ഇതിനെയാണ് പഞ്ച്വാലിറ്റി എന്ന് പറയുന്നത്. കൃത്യസമയത്ത് നിങ്ങൾക്ക് പൈസ എങ്ങനെ കൊണ്ടുവരാൻ പറ്റി? അപ്പനല്ലേ പറഞ്ഞ പൈസ കൊണ്ടുവരാൻ? അല്ല, അതുകൊണ്ട് മാത്രമല്ല, ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടും എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ജോലിക്ക് പോകാനും പൈസ ഉണ്ടാക്കാനുള്ള ആഗ്രഹം തോന്നിയത്. അതാണ് നിങ്ങളെ പോലുള്ള ന്യൂജൻ പെമ്പിള്ളരെടുത്ത് കൂടുതൽ സ്നേഹം കാണിച്ചാൽ നിങ്ങൾ മടിച്ചുകളായി പോവും. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇപ്പൊ ഈ പൈസ ഉണ്ടാക്കാൻ തോന്നിയതും എനിക്കിവിടെ വാടക കറക്റ്റായിട്ട് കൊണ്ടുവരാൻ തോന്നിയതും. അല്ലാതെ ഞാൻ അത്ര ക്രൂരനായത് കൊണ്ടൊന്നും അല്ല. ഞാൻ വെറുതെ ചുമ്മാ നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ലേ. അയ്യോ, അത്ര പിന്നെ തന്നേക്ക്, അടുത്ത മാസം തരാം, എല്ലാം കൂടി ചേർത്തങ്ങ് തരാം. അത് വേണ്ട. കേറി വന്ന പെണ്ണും കയ്യിൽ വന്ന പൈസയും തിരിച്ചയക്കാൻ പാടില്ലെന്നാണ് പ്രമാണം. ഇനി നിങ്ങൾക്ക് നാളെ മുതൽ ഇവിടെ ലാവിഷായിട്ട് ഇഷ്ടംപോലെ ഗ്യാസ് ഉപയോഗിക്കാം, ആഹാരം പാകം ചെയ്യാം, ഫാൻ ഇടാം, വെള്ളം ഇഷ്ടം പോലെ എടുക്കാം, എന്ത് വേണോ ചെയ്യാം. അതെ അല്ലേ? വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, മോളത്തെ ബാത്റൂമില് ഒരു ടാപ്പിൽ വെള്ളം വരുന്നില്ല, കറക്റ്റ് ചെയ്തു തരണം നാളെ തന്നെ. അത് മാത്രമല്ല, ഞങ്ങൾ കിടക്കുന്ന റൂമിലെ ഫാൻ മര്യാദക്ക് ഇറങ്ങുന്നില്ല. ഇങ്ങനെ കറങ്ങിയാ അത് ഒടുക്കത്തെ സൗണ്ട്. മര്യാദക്ക് മനുഷ്യന് ഉറങ്ങണ്ടേ സമാധാനത്തില്? അതുകൊണ്ട് ഇന്ന് തന്നെ ശരിയാക്കി തരാം. കറക്റ്റായിട്ട് തരുന്നതിന്റെ പേര് എന്ത്? റെന്റ് തരുന്നില്ലേ നമ്മള്? വാടക. വാടക തരുന്നില്ലേ നമ്മള്? ചെയ്യാമോ? ചെയ്യാം. വാടക തന്നപ്പോ അഹങ്കാരം. പപ്പന്റെ അടുത്താണ് കളി. ശരിക്കും പോവാൻ തീരുമാനിച്ചോ? എന്റെ പൊന്നു ലച്ചു, പോയേ പറ്റൂ. ഞാൻ പോയില്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അമ്മ വിളിച്ചിട്ട് ഒരേ കാര്യത്തില് അവിടെ സംശയം അടിയും വഴക്കും ഒക്കെയാണ്. ചിലപ്പോ ഡിവോഴ്സ് വരെ നടക്കും. എല്ലി പപ്പൻ ഒരാള് കാരണമാണ്. പോട്ടെ, നമ്മൾ വിചാരിച്ചില്ലല്ലോ ഇതിന്റെ പുറകിൽ ഇങ്ങനെ ഒരു കുരുക്കുണ്ടാവുമെന്ന്. എടി, നീ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരണം. എനിക്കിവിടെ കൂട്ടൊന്നുമില്ല. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാൻ നോക്കാം. പിന്നെ പപ്പന് ഈ മാസത്തെ വാടക കൊടുത്തിട്ട് അയാൾ വലിയ പ്രശ്നത്തിനൊന്നും വരത്തില്ല. എന്നും വെച്ച് ഞാനില്ലെന്ന കരുതി ഉച്ച വരെ ഇറങ്ങാൻ നിൽക്കരുത് കേട്ടല്ലോ. ദേ, പെട്ടെന്ന് ഒരു ജോലി കണ്ടുപിടിക്കണം. അടുത്ത മാസം വാടക കൊടുക്കണ്ടേ? ശരിയടി, ഞാൻ പോയിട്ട് വരുമ്പോ വീണ്ടും എടി, ഞാൻ ആലോചിച്ചോണ്ട് ഇന്നലെ എന്റെ അച്ഛനും അമ്മയും രണ്ട് പാത്രത്തില്ല. നിനക്ക് അത് കാണണോ? എത്തിട്ടെ അപ്പന്റെ ഫോണിലേക്ക് വിളിക്കോ? ഞാൻ വിളിക്കാം. ശരി, ആ പെണ്ണുങ്ങളോട് കിടന്ന് മഴ കൊണ്ടാക്കാൻ നിൽക്കരുത്. ശരി, ഞാൻ പോയിട്ട് വരാം. ശരിയടി. ദോശയാ? നല്ല മണമൊക്കെ ഉണ്ടല്ലേ? ഉണ്ടല്ലേ? ആർക്കും തരില്ല ദോശ. അതെ, നല്ല വട്ടത്തിൽ ചുറ്റിയിട്ട് അതിന്റെ പുറത്ത് നെയ്യൊക്കെ ഒഴിച്ച് മൊരിച്ച് ഒരു 2 ദോശ ഇങ്ങോട്ട്. 2 മതിയോ? വട്ടത്തിലോ നീളത്തിലോ ചതുരത്തിലോ എങ്ങനെ വേണേലും ഞാൻ തരാം. പക്ഷേ ഒരു ദോശക്ക് 15 രൂപ വെച്ച് കൂട്ടുകയാണെങ്കിൽ 2 ദോശക്ക് പപ്പ എനിക്ക് 30 രൂപ തരണം. ഓക്കെ? തട്ടുകടയാന്നങ്ങ് കൂട്ടിക്കോ. പപ്പ മാസം വാടക എണ്ണി വാങ്ങിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ ദോശയുടെ പൈസ എനിക്ക് വേണം. നീ ആള് കൊള്ളാടി. അതെ, ഈ സിറ്റിയിൽ വന്ന് താമസിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇവിടത്തെ മറ്റേ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇനി ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. വേണമെങ്കിൽ ദോശ വാങ്ങിച്ചിട്ട് പൊക്കോ. പൈസ തന്നാ ദോശ തരാം. അങ്ങനെ പൈസ കൊടുത്തുള്ള ദോശ ഒന്നും എനിക്ക് വേണ്ട. വേണ്ട. ഒരുപാട് ദോശ കണ്ടിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ദോശകൾ. ഓ ശരി. അഴുക ദോശ ഒന്നുമല്ല, നല്ല ദോശകൾ കണ്ടിട്ടുണ്ട്. ആണോ? ഓ ശരി, ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ. ഓ, ദോശ കണ്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ? എന്റെ ദോശ സ്പെഷ്യലാണ് കേട്ടോ.
വായിൽ വെച്ചില്ല, നെയ്യിന്റെ ടേസ്റ്റ് ഒക്കെ ഇല്ലേ, ആ ക്രിസ്പിനെസ് കേക്കണ്ട. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ കൊതിച്ചു എന്ന് വിചാരിച്ച. നമ്മള് ഒരുപാട് ദോശകളൊക്കെ കണ്ടിട്ടുള്ള തന്നെ. ഓ പിന്നെന്തിനും ഇങ്ങനെ എന്റെ ദോശ നോക്കി കൊതിയിട്ടിരിക്കുന്ന പോകാൻ നോക്കൂടെ? അത് ഞാനേ വെള്ളം കുടിക്കാനാണ് വന്നത്. ഞാൻ വെള്ളം കുടിച്ചിട്ട് വെക്കോളാം. എനിക്ക് വേണം ദോശ, ഞാൻ തരൂല. ആരാണ്? അതെ, പിച്ചക്കാരനാണെന്ന് തോന്നുന്നു. നീ ഒരു കാര്യം ചെയ്യും, അകത്ത് പോയി ആ പഴങ്കഞ്ഞി എടുത്തോണ്ടോ, അടിച്ചു കയറ്റിയിട്ട് പോട്ട്. അല്ല, ഇവിടത്തെ പിച്ചക്കാരൊക്കെ ഇങ്ങനെയാ? കാലം മാറിയില്ലേ? അതെ ബോസ്, ഇവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് 1 കിലോമീറ്റർ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കല്യാണ മണ്ഡപമുണ്ട്. അവിടെ നിന്ന് കല്യാണമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ബോസിന് മിഷ്ടാനം ഭോജനം അടിക്കാം. ഞാനേ തിന്നാൻ വന്നതല്ല. പിന്നെ ഞങ്ങളെ കയ്യിൽ നിന്ന് എടുത്ത സാധനം 24 മണിക്കൂറിനുള്ളിൽ തിരിച്ചു തന്നില്ലെങ്കിൽ വിവരം അറിയും. അയ്യടാ, നിന്റെ ഞാൻ എടുത്ത് നീയല്ലേ എന്നെ ദോശ പിടിച്ചു വാങ്ങിച്ചു തന്നത്? ഞാൻ പറഞ്ഞ കാര്യേ ഇവക്ക് നന്നായിട്ട് അറിയാം. ഇതേ എടുത്തത് എത്രയും പെട്ടെന്ന് തന്നില്ലെങ്കിൽ കളി മാറും. മനസ്സിലായോ? ഇവനറിയാമോ നിനക്ക്? ഞാൻ എന്തിനു പറഞ്ഞിട്ട് പോയത്? ഉള്ള ദോശ തിന്നു. എന്തായാലും നീ ഉണ്ടാക്കിയ ദോശ തിന്നേണ്ട യോഗ അവനാണ്. എനിക്കിന്നും പഴങ്കഞ്ഞി തന്നെ. അതാണ് നമ്മളെ യോഗം. ഭാഗ്യം. പാപ്പ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ തുണി ഉണങ്ങിയിട്ട് മഴ കാരണേ ഇപ്പൊ ഉണങ്ങി കിട്ടിയുള്ളൂ. മഴ കാരണം തുണികളൊക്കെ ഉണക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നനഞ്ഞു പോകുന്നില്ലേ? ഞാൻ മഴയത്ത് നനയാത്തൊരു തുണി ഉടനെ കണ്ടുപിടിക്കുന്നുണ്ട്. അതാവുമ്പോഴേ നിങ്ങൾക്ക് എളുപ്പമല്ലോ. ഏത് മഴയത്തും നനച്ചിട്ട് ഉണക്കിയെടുക്കാമല്ലോ, നനയില്ലല്ലോ. അല്ല പോപ്സ്, വെള്ളത്തിൽ നനയില്ലെങ്കിൽ പിന്നെ ഇതിനത് കഴുകി ഉണക്കി അതിന്റെ ആവശ്യമില്ലല്ലോ. അതൊരു മോശം കണ്ടുപിടുത്തായി പോവും പോപ്സ്. പോപ്സിൻ്റെത് ഞാൻ അത് പ്രതീക്ഷിച്ചില്ല. നീ ഈ മാസത്തെ വാടക തന്ന? വാടക തന്നതിന് ശേഷം വേണം എൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള തർക്കുത്തരങ്ങൾ സംസാരിക്കാൻ. മനസ്സിലായോ? മോശം കണ്ടുപിടുത്തം പോലും. അതെ, നീ ആരുടെയെങ്കിലും എന്തെങ്കിലും സാധനം എടുത്തോണ്ട് വന്നിട്ടുണ്ടോ? ഇല്ല പോപ്സ്, ഞാൻ എടുത്തോണ്ട് വരാനത്. അല്ല, ഇവിടെ ഓരോരുത്തന്മാർ എന്തൊക്കെ ആരൊക്കെ എടുത്തോണ്ടെന്ന് പറഞ്ഞ് കയറി ഇറങ്ങിയാണ് ഇവിടെ. എനിക്കറിയാൻ പാടില്ല. പാടില്ലല്ലോ. ഞാൻ അവളടുത്ത് ചോദിച്ചു, അപ്പൊ അവളല്ല എന്ന് പറഞ്ഞു. അപ്പൊ നീയും അല്ല. അതാരായിരിക്കും? ശരി, ഞാനൊന്ന് പുറത്തോട്ട് പോവുകയാണ്. നിങ്ങൾ ആരെങ്കിലും പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചാവി പൂട്ടി എടുത്തോണ്ട് പോകണം. പിച്ചക്കാരന്മാർ കയറി ഇറങ്ങിയാണ് ഇവിടെ. മനസ്സിലായോ? പിന്നെ എന്റെ കണ്ടുപിടുത്തം, അതിനെ കുറിച്ച് നീ സംസാരിക്കണ്ട. കാരണം നിന്നെക്കാട്ടിലും ബുദ്ധി എനിക്കുണ്ട്. ഐ ആം എ സയന്റിസ്റ്റ്. യു നോ? യാ, ഐ നോ. ഓരോ മണ്ടൻ ഐഡിയ ആയിട്ട് ഇറങ്ങിക്കോളും. പോപ്സ് ആണത്ര പോപ്സ്. മനു ബ്രോ, ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞ മാത്രം കേട്ടാ മതി. അങ്ങോട്ട് എന്തുപറ്റി? കഴിഞ്ഞ ദിവസം ആ പിള്ളേരെ അടുത്തുനിന്ന് ബൈക്ക് എടുത്തൊന്നില്ലേ? നമ്മുടെ ആ പിള്ളേരെ കൊണ്ട് അത് മൊത്തം പ്രശ്നമായിട്ടുണ്ട്. നീ പെട്ടെന്ന് സ്കൂട്ടി അയക്കോ, അല്ല അവന്മാര് നിന്നെയും പിള്ളേരെയും തൂക്കും. എന്താ പ്രശ്നം? എന്താ? ആ പിള്ളേരെ സ്റ്റഫ് എന്തോ മിസ്സായിട്ടുണ്ടെന്ന് പറയാനുണ്ടായിരുന്നു. എന്നാ ശരി, ഞാൻ വെക്കട്ടെ. ഒരു മിനിറ്റ് വെക്കല്ലേ. അതെ, ഞാനിപ്പോ
ദൈവമേ, പണി കിട്ടി. മുങ്ങുന്നേ നല്ലത്. ശരിയാവില്ല. എങ്ങോടി കെട്ടിപ്പൂട്ടി പോകാമോ ഒന്ന്? ഞാൻ ചുമ്മാ കറക്കം. ഇതെന്തെങ്കിലും വേർതിരിക്കുന്ന മാരത്തൺ വല്ലതും ഉണ്ടായിരുന്നു? ഞാനൊരു കറക്കം കറങ്ങി വരുവാ. ആണോ? പാപ്പുവിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലച്ചുമോള് സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കണം കേട്ടോ. കേട്ടോ? അപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയായിരുന്നല്ലേടി? എന്നിട്ട് അറിഞ്ഞോണ്ട് നീ എനിക്കിട്ട് പണി തന്നതല്ലേ? എനിക്ക് എങ്ങനെ തോന്നിയടി ഒരുമിച്ച് കൂടെ നിന്ന് ഇങ്ങനെ ഒരു പണി തരാൻ നിനക്ക് എങ്ങനെ തോന്നി? ഞാൻ എന്ത് ചെയ്തെന്നാ? എന്ത് ചെയ്തെന്ന് എനിക്ക് അറിയില്ലല്ലേ? എടി നീ ഒറ്റ കാരണം ഏതോർത്തമാരൊക്കെ എന്നെ ഓടിച്ചിരുന്നേ. ആരോടിച്ചു? ഓടിച്ചൂന്നോ? ആ വണ്ടിയുടെ ഓണർ ആവാനാ ചാൻസ്. എടി നിനക്ക് ഒരുത്തിക്ക് വേണ്ടിയല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്ത് തന്നത്? മര്യാദക്ക് ഈ പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത് തന്നു. അല്ലെങ്കിൽ ഞാൻ ആരാ നീ അറിയും. കടല എന്ന് ഞാൻ ഒരു സത്യം പറയട്ടെ, ആ വണ്ടിക്കാര് ആ വണ്ടിക്ക് വേണ്ടിട്ടല്ല മെയിനായിട്ട്. ഒരു മിനിറ്റ്. ആ വണ്ടിയിലെ അവരുടെ എന്തോ വലിയ സാധനം പെട്ടുപോയത്ര. അതിന് വേണ്ടിട്ട് അവര് പുറകെ നടക്കുന്നത്. അത് മാത്രല്ല, നിങ്ങൾക്ക് 6000 രൂപ വേണമെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ ആ കൊട്ടേഷൻ ഏറ്റെടുത്തത്. ആരെങ്കിലും എന്തെങ്കിലും വിഷമം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മനസ്സറിയും. അത് എന്റെ ഒരു നേച്ചർ. ഓഹോ, അപ്പൊ എല്ലാം അറിഞ്ഞോണ്ടാണ് നീ ഒളിച്ചോടാൻ പോയത്, അല്ല രക്ഷപ്പെടാൻ പോയത്. അത് ഞങ്ങൾ എവിടെ ഇട്ടിട്ട് അല്ലേടി? അങ്ങനെയൊന്നുമല്ല. നീ ഒറ്റ കാരണം ആ അമ്മരെന്നെ ഓടിച്ചിട്ട് എങ്ങനെ രക്ഷപ്പെട്ടെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അറിയോ? ഒന്നടങ്ങ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെ പാപ്പച്ചേച്ചി എന്താ ചെയ്യാറെന്നറിയോ? എന്താ? മുങ്ങും. അതാണ് പ്രൊഫഷണലിസം. ഒരു കാര്യം ചെയ്യും, മോള് പോയി റെഡി ആയിട്ട് വാ, നമുക്കൊന്ന് മുങ്ങിയിട്ട് വരാം. ഒരു മിനിറ്റ്. ഹലോ. സാധനം കൊണ്ടുവന്നില്ലേ നിനക്കൊക്കെ വേണ്ടപ്പെട്ട ഒരാളെ നഷ്ടപ്പെടും. വേണ്ടപ്പെട്ട ആളോ? നിങ്ങളാരാ? നിന്റെയൊക്കെ ഹൗസ് ഓണർ പപ്പൻ. കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. എന്റെ സ്റ്റെഫിങ് എത്തിച്ചു കഴിഞ്ഞാൽ ആളെ ജീവനോടെ കാണാം. ഹലോ. എന്താ അവര് പോപ്സിനെ പിടിച്ചു വെച്ചിരിക്കാന്ന്. സാധനം കൊടുത്തില്ലെങ്കിൽ വിടൂലെന്നാ പറയണത്. അയ്യോ, ഒരിക്കലൊരു റാണി ചന്ദ്രനിൽ പോകാൻ വീട്ടിൽ നിറങ്ങി. കാര്യമറിഞ്ഞപ്പോ റാണിയുടെ ഹബ്ബി റാണിയെ തൊഴിച്ചേ. കരഞ്ഞോണ്ട് റാണി ചന്ദ്രനിൽ പോകാതെ ചന്തയ്ക്ക് പോയി. ഒരു ചെമ്പല്ലി വാങ്ങി ഹബ്ബിക്ക് കറി വെച്ച് കൊടുത്തേ. കറി കഴിച്ച ഹബ്ബി ഇപ്പോ ഹാപ്പിയായേ. പ്രീതുലച്ച